ഫ്രാൻസിലെ ലൂർദ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന 1-2 കാര്യങ്ങളുണ്ട്. 1 ദിവ്യകാരുണ്യ പ്രദക്ഷിണം, 2 അത്ഭുതങ്ങളുടെ നീരുറവ, 3 രോഗശാന്തികൾ. 14 വയസ്സ് പ്രായമുള്ള ബർണദീത്ത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 18 തവണ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ നൽകിയ ആഹ്വാനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ച 2 കാര്യങ്ങളാണ്. 1 പാപപരിഹാരം, 2 മാനസാന്തരം. പ്രിയമുള്ളവരെ, ലൂർദ് മാതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഈ 2 കാര്യം: പാപപരിഹാരം, മാനസാന്തരം. പരിശുദ്ധ അമ്മ ഈ പെൺകുട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു എന്നും പറയുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയം ബർണദീത്തായ്ക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് നമ്മൾ ഓരോരുത്തരും അമ്മയിൽ മാത്രം നിലനിൽക്കരുത്, മറിച്ച് അമ്മയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പുത്രനിലേക്ക് വരിക എന്നുള്ളതാണ്. വർഷത്തിൽ എല്ലാ ദിവസവും അവിടെ തീർത്ഥാടകർ വരുന്നുണ്ടെങ്കിലും തീർത്ഥാടനത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ദിവസം മുതൽ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിവസം വരെ. ഈ ദിവസങ്ങളിൽ വൈകിട്ട് ഒരു 5:30 മണിയോടുകൂടെ ജപമാല ചൊല്ലി ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുമെന്നാണ്. ആ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണെന്ന് പറയും. അത്രമാത്രം അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അമ്മ ഒറ്റ കാര്യമാണ് നമ്മളോട് പറയുന്നത്: പാപത്തിൽ നിന്ന് മാറി മാനസാന്തരപ്പെട്ട് നന്മയിലേക്ക്, ആത്യന്തികമായ നന്മയിലേക്ക് തിരികെ വരാൻ. ആത്യന്തികമായ നന്മ വേറെ ഒന്നുമല്ല, അമ്മ നമ്മോട് പറയുന്നത് അതെൻ്റെ മകനാണ്. അമ്മ പറഞ്ഞില്ലേ ഞാൻ അമലോത്ഭവയാണെന്ന്. അതെ, ജന്മത്തിൽ അമലയായിരുന്നു, കർമ്മത്തിൽ അമലയായിരുന്നു, ഇപ്പോഴും അമലയാണ്. അങ്ങനെ അമല മനോഹരിയായ ലൂർദ് മാതാവ് നമ്മോട് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: നീയും അമലയാകണം. എങ്ങനെയാ? സഭ നമുക്കും അമലയാകാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അത് വേറൊരിടത്തുമല്ല, കുമ്പസാരക്കൂട്ടിലാണ്. പരിശുദ്ധ അമ്മ ബർണദീത്തായ്ക്ക് പരിചയപ്പെടുത്തിയതുപോലെ കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോരുത്തർക്കും തന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും: ഞാൻ അമലയാണ്. അമ്മയുടെ പദവിയിലേക്ക് ഉയർത്തിയിട്ടാണ് പുത്രൻ കുമ്പസാരക്കൂട്ടിൽ നിന്ന് നമ്മെ പറഞ്ഞു വിടുന്നത്. പക്ഷേ അമ്മയുടെ പദവിയിലേക്ക് ഉയരാൻ എളുപ്പമാണ്, പക്ഷേ ആ ഉയർച്ചയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ലൂർദിൽ 14 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് പലതവണ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ അമലയാണ് എന്ന് പ്രഘോഷിച്ചപ്പോൾ ആ അമ്മ നമ്മോട് വ്യക്തിപരമായി പ്രഘോഷിക്കാൻ ആവശ്യപ്പെടുന്നത് നീയും അമലയാണ് എന്നാണ്. ഈ അമലയായ അമ്മ ഞാൻ അമലയായി ജീവിക്കാൻ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അത് എൻ്റെ ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്വമായി എടുത്ത് കുമ്പസാരക്കൂട്ടിലൂടെ ഞാനും അമ്മയെപ്പോലെ സാധിക്കുന്നത്ര ആ ഒരു വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുമെന്നൊരു തീരുമാനമെടുക്കുക.